ഹലോ ഗൈസ്, എല്ലാവർക്കും ശ്രീ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് ഗൈസ് നിങ്ങളുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തത് ഓണപ്പരീക്ഷ മാറ്റി വെച്ചു എന്നൊരു അപ്ഡേറ്റാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ആ കാര്യം ഞാൻ ഷെയർ ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ ഞാൻ എല്ലാവരും ക്ഷമ ചോദിക്കുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ അലർട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട, അതായത് അലർട്ടുകളിൽ മാറ്റം വന്നു. അതായത് നമ്മുടെ സെപ്റ്റംബറിൽ ലാൻഡിന പ്രതിഭാസം വന്നത് കൊണ്ട്, ഡിസംബറിൽ ലാൻഡിന വരുന്നത് കൊണ്ട് നമുക്ക് ശക്തമായി തന്നെ മഴ തുടരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഓഗസ്റ്റ് 10 അതായത് നാളെ കഴിഞ്ഞ് ശനിയാഴ്ചത്തെ അലർട്ടുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് ഗൈസ്. അപ്പം അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ഒരു അഭിമാന നേട്ടം, ഒളിമ്പിക്സിൽ വെങ്കലം. അപ്പോൾ ഗൈസ്, എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒളിമ്പിക്സ് മത്സരം നടക്കുവാണ്. അതിപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം, എന്നും കാണുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒളിമ്പിക്സിൽ ഹോക്കി ഇന്ത്യക്ക് വെങ്കലം. ശ്രീജേഷ് വെങ്കലത്തോടെ മടങ്ങി. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം മഴ അലർട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. ഇന്നും നാളെയും കേരളത്തിലെ 14 ജില്ലകളിലും ഗ്രീൻ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ നാളെ കഴിഞ്ഞ് രണ്ടാം ശനിയാഴ്ച അലർട്ടുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. അതായത് 1 മണിക്ക് വന്ന അലർട്ട് പ്രകാരമാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് 10-ാം തീയതിയുടെ അലർട്ട് നോക്കാം. 10-ാം തീയതി മലപ്പുറം, പാലക്കാട്, ഇടുക്കി എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇത്രയുമാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ അലർട്ടുകളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഗൈസ്, മിക്കവാറും മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഈ അലർട്ടുകളിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് അടുത്ത അറിയിപ്പിലോട്ട് പോകാം. അതായത് ഓണപ്പരീക്ഷ മാറ്റി വെച്ചു. അത് പറഞ്ഞപ്പോൾ പലരുടെയും മനസ്സിൽ ഇപ്പോൾ ഒരു ഇതുണ്ടാകും. കാരണം ചിലർക്കത് പോസിറ്റീവായിട്ട് കുറച്ച് പഠിക്കാൻ സമയം കിട്ടിയല്ലോ എന്നായിരിക്കും. ചിലർക്ക് കുറച്ച് താമസം കൂടി വെറുതെ കളിച്ച് നടക്കാം. പക്ഷേ എന്ന് മനസ്സിൽ തോന്നിയവരോടൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്. അതായത് ഓണപ്പരീക്ഷ മാറ്റി വെച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ മൊത്തത്തിലല്ല. 1-ാം പാദവാർഷിക പരീക്ഷ വെള്ളാർമല, മുണ്ടക്കൈ സ്കൂളുകളിൽ ഓണപ്പരീക്ഷ മാറ്റിവെച്ചു. അതായത് ഉരുൾപൊട്ടിയെന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട് വയനാട്ടിൽ. അപ്പോൾ വെള്ളാർമലയിലും മുണ്ടക്കൈയിലും സ്കൂളുകളിൽ ഓണപ്പരീക്ഷ മാറ്റിവെച്ചു. എന്നാൽ പിന്നീട് നടത്തുന്നതാണെന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, മറ്റ് വിദ്യാലയങ്ങൾക്ക് ഇങ്ങനെ, അതായത് പരീക്ഷകൾ മാറ്റി വെക്കേണ്ട സാഹചര്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഉപ ഡയറക്ടറുടെ റിപ്പോർട്ട് പ്രകാരം നടപടി സ്വീകരിക്കുന്നതാണെന്നും അറിയിച്ചിട്ടുണ്ട്. സ്കൂൾ ബാഗും പഠന സാമഗ്രികളും പഠന പുസ്തകവും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ഒരു സ്കൂൾ കിറ്റ് വിതരണം ചെയ്യുന്നതാണ് എന്നും ശ്രീ ശിവൻകുട്ടി സാർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇനി ഗൈസ് നമുക്ക് ഒളിമ്പിക്സിലോട്ട് പോകാം. ഒളിമ്പിക്സിൽ ഹോക്കി ഇന്ത്യക്ക് വെങ്കലം. ശ്രീജേഷിന് ഒളിമ്പിക്സ് മെഡലോടെ മടക്കം. ഹോക്കിക്കാണ് വെങ്കലം ലഭിച്ചത്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഒളിമ്പിക്സിൽ നടക്കുന്ന മത്സരം ഏതാണ് എന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഒളിമ്പിക്സ് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളൊരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്തേക്കുക ഗൈസ്. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒളിമ്പിക്സിലെ കളിക്കാരൻ ആരാണ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഞാൻ ഓണപ്പരീക്ഷയുടെ കാര്യം പറഞ്ഞപ്പോൾ പലരും ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നാണ് ഓണപ്പരീക്ഷ എന്നാണ്. അപ്പോൾ ഗൈസ്, അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. അപ്പം അതെല്ലാവരും കയറി കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം തന്നെ നിങ്ങളുമായിട്ട് സൂചിപ്പിക്കാൻ കഴിയും. അതായത് സെപ്റ്റംബർ 4 മുതൽ 12 വരെയാണ് നമ്മുടെ ഓണം പരീക്ഷകൾ ഉണ്ടായിരിക്കുക. 13 മുതലാണ് അവധികൾ ആരംഭിക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതെല്ലാവരും കയറി കാണുക. അതോടൊപ്പം തന്നെ നിങ്ങളുമായിട്ടൊരു കാര്യം കൂടി ഷെയർ ചെയ്യുകയാണ്. ഇത്രയും നാളും ഉണ്ടായിരുന്നത് പോലെ 10 ദിവസം അവധി ഉണ്ടായിരിക്കില്ല. അതോടൊപ്പം തന്നെ ഗൈസ്, ഇനി മുതൽ ഓൾ പ്രമോഷൻ ഉണ്ടാവില്ല എന്നുള്ളൊരു വീഡിയോ കൂടി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരും കൂടി അതൊന്ന് കയറി കാണാൻ ശ്രദ്ധിക്കുക. അതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് കയറി കാണുക ഗൈസ്. അപ്പോൾ ഗൈസ്, ഇത്ര ഉള്ളത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുവാനും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം അത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാനെടുക്കുന്ന ഇൻഫോർമേറ്റീവായ വീഡിയോസും കുറച്ച് ഫണ്ണി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതായത് അപ്പോൾ
നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ ലഭിക്കുകയുള്ളൂ. അപ്പം എല്ലാവരും പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ബട്ടനോട് ക്ലിക്ക് ചെയ്തേക്കുക ഗൈസ്. നന്ദി.